വിവാദങ്ങൾക്കിടെ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുകയാണ്. ഉച്ചകഴിഞ്ഞ് 2:30 ഇന്ദിരാഭവനിലാണ് എഐസിസി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരുക. പുനഃസംഘടനാ വിഷയവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും വയനാട് ഡിസിസി ട്രഷററുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളും യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. പാർട്ടി തലപ്പത്ത് മറ നീക്കിയ അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനാലാണ് കഴിഞ്ഞയാഴ്ച നിശ്ചയിച്ചിരുന്ന യോഗം അപ്രതീക്ഷിതമായി മാറ്റിയതെന്ന് വിമർശനമുയർന്നിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്നതിനിടയിൽ വിജയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഭാഗമാകുന്നതിൽ ഹൈക്കമാൻഡിനും കടുത്ത വിയോജിപ്പുണ്ട്. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിശ്ചിതത്വം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. തൃശൂർ ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസ് വള്ളൂരിനു പുറമെ അനിൽ അക്കരയുടെയും കെപിസിസി ഓഫീസ് ജനറൽ സെക്രട്ടറി ടി.യു. രാധാകൃഷ്ണന്റെയും പേരുകൾ നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. പ്രാദേശിക നേതൃത്വത്തിന് കൂടി സ്വീകാര്യനായ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനാണ് മുൻതൂക്കം. വയനാട് ഡിസിസി ട്രഷറർ എൻ.എം. വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡിസിസി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രം വിഷയത്തിൽ തുടർ നടപടി മതിയെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.